ആർക്കും ഒരു ഉത്തരവില്ല. ബന്ധമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നു. എന്നോട് സംസാരിക്കുന്നതിന് മുൻപ് വിഷയങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തിയിരിക്കണം. ഐ വാണ്ട് വാലിഡ് എക്സ്പ്ലനേഷൻ. സാറിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇതെങ്ങനെയാ മാനേജ് ചെയ്യുക? എന്റെ മേഘനേച്ചിക്ക് മിഥുനേട്ടനോട് ഒത്തിരി ഇഷ്ടം, അറിയോ? മിഥുനേട്ടനായാലും എന്നെ ഒരു കുറവുമില്ലാതെ നോക്കുന്ന. സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും അച്ഛന്റെ നിർബന്ധവും കൂടി ആയപ്പോ എനിക്ക് യാതൊരു താല്പര്യമില്ലാതിരുന്നിട്ടും മറ്റു മാർഗമില്ലാതെ ആ മേഘനയുടെ കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നു. പക്ഷെ ഒന്നും അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പത്തെ വീണ്ടും എന്റെ കൈകൊണ്ട് തന്നെ കരിമണിമാല കോർത്ത് താലി മാറ്റി കെട്ടിക്കൊടുക്കണം അത്രേ. എനിക്കതിനാവില്ല. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോ എന്ത് വന്നാലും ശരി, ആരെന്നെ പറ്റി എന്ത് കരുതിയാലും ശരി, ഞാൻ ഈ ചടങ്ങിന് പോവില്ല. ആ ചടങ്ങ് കഴിയുന്നത് വരെ എന്നെ ആരും കാണരുത്. എല്ലാം കഴിഞ്ഞ ശേഷം പതുക്കെ വീട്ടിലേക്ക് പോവാം. അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ ഞാൻ അങ്ങോട്ടില്ല. എനിക്ക് പറ്റില്ല. മോളെ അരുണിമേ, നിന്റെ മോനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാ. പഠിത്തത്തിലായാലും ബിസിനസ്സിലായാലും എല്ലാത്തിലും അവന് മുൻപന്തിയിലുണ്ടാകണം. ഏത് കാര്യത്തിലായാലും മിഥുൻ വളരെ ഷാർപ്പായിരിക്കും. എല്ലാ കാര്യങ്ങളും പദ്ധതിയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മിഥുൻ അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ആരോടും ഒരു അക്ഷരം പോലും പറയാതെ എന്തിനവൻ പുറത്തേക്ക് പോയി? അവന്റെ ഫോൺ എന്തിനെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു? അച്ഛാ, അത് പിന്നെ ഇതിന്റെ പുറകിൽ ഒരു കാരണവും ഇല്ലെന്നാണോ? അത് സാറ് വെറുതെ ഓരോന്ന് ചിന്തിച്ച് തലപുണ്ണാക്കണ്ട. ജയദേവൻ എന്റെ അടുത്ത് ഒന്നും ഒളിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇതെന്താ? മിഥുനേട്ടൻ ഈ സമയത്ത് പുറത്തു പോയതിൽ എന്തോ കാര്യമുള്ളതുകൊണ്ടല്ലേ അപ്പൂപ്പൻ ഇത്ര കർക്കശമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെ ജയദേവൻ എന്റെ അടുത്ത് ഒന്നും ഒളിക്കുന്നില്ലെങ്കിൽ, മിഥു നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലെങ്കിലും താലി കെട്ടിയ ഭാര്യയോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. എന്റെ ചോദ്യത്തിന് ആരാ ഉത്തരം പറയാൻ പോകുന്ന ജയദേവ?
എല്ലാരും ക്ഷമിക്കണം, ഞാൻ പറയണത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അമൃത മുഹൂർത്തം കഴിഞ്ഞു പോകുന്നു മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒരു മുഹൂർത്തവും കിട്ടാൻ പോണില്ല. ഇനി മുഹൂർത്തം കഴിഞ്ഞ് നടത്തുന്ന ചടങ്ങാണെങ്കിൽ അതിൽ നിന്നും നല്ലൊരു ഫലവും ഉണ്ടാവാൻ പോണില്ല. The number you have dialed is currently switched off. ഇപ്പോഴും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. അപ്പൂപ്പ, ദേ മിഥുനേട്ടൻ വരുന്നുണ്ട്. സോറി അപ്പൂപ്പ, കുറച്ച് ലേറ്റായി പോയി. നീ എവിടെ പോയതാ മിഥുൻ? നിന്നോടാ ചോദിച്ചത്. വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ ഇവിടെ നീ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് അറിഞ്ഞിട്ടും ആരോടും പറയാതെ എന്തിനു നീ പുറത്തേക്ക് പോയി? അപ്പൂപ്പ, ആക്ച്വലി പതിവില്ലാത്ത ഈ കെയർലെസ്നെസിന്റെ അർത്ഥം എന്താ? നിന്നെ കുറിച്ച് ചോദിക്കുമ്പോ നിന്റെ അച്ഛനും അമ്മയും മൗനം പാലിക്കാൻ എന്താ മിഥുൻ കാരണം? അത് അപ്പൂപ്പ, അത് അപ്പൂപ്പന് വെറുതെ തോന്നുന്നതാ. ഇന്നെന്തോ ഒരു കരിമണിമാല കോർക്കുന്ന ചടങ്ങാന്നാ പറഞ്ഞേ. അതിന് ഞാനും ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ശരി. പിന്നെ ഇത്രയും നേരം നിന്നെ വെയിറ്റ് ചെയ്തതിന്റെ അർത്ഥം എന്താ? അപ്പൂപ്പ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചടങ്ങല്ലേ, അപ്പം മേഘനയ്ക്കൊരു സമ്മാനം വാങ്ങിക്കാന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ അവക്ക് ഒരു സാരി വാങ്ങിക്കാൻ വേണ്ടി പോയതാ അപ്പൂപ്പ. സാരി മേടിക്കാൻ പോയതാണെന്നോ? അതിനിവിടെ സ്റ്റാഫ് എത്ര പേരുണ്ട്? നീ പോകേണ്ട കാര്യം എന്തായിരുന്നു? അതല്ല, എന്റെ ഭാര്യയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന സമ്മാനം ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പൊ ഇന്ന് തന്നെ കൊടുക്കാമെന്നും വിചാരിച്ചു. മാനേജർ, മേഘനെ, നീ ഈ സാരി കൊടുത്തോ. എന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു. എന്നാലും നിനക്കതൊന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു.
പെട്ടെന്ന് മടങ്ങി വരാന്ന് വിചാരിച്ചാ പോയത്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ആ, അത് ചാർജ് തീർന്നു പോയതാ. ഞാൻ ഓഫ് ചെയ്തതല്ല. ഇറ്റ്സ് ഓക്കെ. മുഹൂർത്തം കഴിയാറായത്രേ. നീ ചെന്ന് റെഡിയാകുക. ഓക്കെ അപ്പൂപ്പ. മിഥുൻ, മിഥുൻ, മിഥുൻ. മിഥുൻ, നീ നുടുക്കേണ്ടത് പട്ടിന്റെ മുണ്ടാണ്. പട്ടിന്റെ മുണ്ടോ? അതെ മോനെ, എന്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. ചെന്നത് കൊടുത്തുകൊണ്ട് വാ. ഡാഡ്, എന്താ ഡാഡ് ഇതൊക്കെ? ഞാൻ വരാതിരിക്കാൻ വേണ്ടി തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. എന്നിട്ട് ഡാഡ് മാനേജറെ പറഞ്ഞയച്ചു. എന്താ ഡാഡി ഇതൊക്കെ? അപ്പൂപ്പന് വേണ്ടിയെങ്കിലും നീ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ വഴിയില്ല. നമുക്ക് സാവകാശം സംസാരിക്കാം. നീ ഇപ്പൊ ചെല്ല്. ചെല്ലു മോനെ. മേഘനെ, മോളും ചെല്ലേ. നിന്റെ ഭർത്താവ് സമ്മാനിച്ച സാരി എടുത്തോണ്ട് വാ. പെട്ടെന്നീയല്ലേ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ओम श्रीमन् महागणाधिपतये नमः। महालक्ष्मी देवताभ्यो नमः। ओम गणानां त्वा गणपतिं हवामहे कविं कवीनामुपमस्रवस्तमम्। ആ മോനെ, ദാ ഇവിടേക്ക് വന്നിരുന്നോളാ. हरिः ओम श्रीमन् महागणाधिपतये नमः। महालक्ष्मी देवताभ्यो नमः। എന്നാ പിന്നെ മോളെ കൂടി വിളിച്ചോളാ. പൂജ തുടങ്ങാൻ സമയമായിരിക്കണു. ओम गं गणपतये नमः। महालक्ष्मी देवताभ्यो नमः। श्री गुरुभ्यो नमः। श्री महासरस्वत्यै नमो नमः। ओम या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः। प्रार्थना नमस्कारान् समर्पयामि। शतान् समर्पयामि। അല്ല, ഇവനെന്താ ഇങ്ങനെ? കുറച്ചു മുൻപല്ലേ ഭാര്യയ്ക്ക് സമ്മാനിക്കാനെന്ന് പറഞ്ഞ് സാരിയായിട്ട് വന്നത്. അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നതും ഇവനെന്താ എത്ര ബുദ്ധിമുട്ട്? सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके देवी नारायणे नमोस्तुते। മോളെ മേഘനെ, അക്ഷതയും പൂക്കളും വിഘ്നേശ്വരനെ അർപ്പിച്ചോളാ. മോനെ, ഭാര്യയ്ക്ക് സിന്ദൂരം ചാർത്തി കൊടുക്കുക. സിന്ദൂരം ചാർത്ത. ഇനി മോൻ തന്നെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത ആ താലിയുടെ ഓരോ കെട്ടായിട്ട് അഴിച്ചു കൊടുക്കണം.
ഇനി എല്ലാരും അക്ഷതയും പൂക്കളും ഇട്ട് ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കും. ഈ കരിമണിമാല ഭാര്യയുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കുക. ദാ മാല വാങ്ങിച്ചോളൂ. മോളെ, ആ കരിമണിമാലയിൽ സിന്ദൂരം തൊട്ടുകൊടുത്താ ചടങ്ങ് കഴിഞ്ഞു എന്നർത്ഥം. ശതമാനം ഭവതി ശതായു പുരുഷസ്യ തേന്ദ്രിയ ആയുഷ്യേവേന്ദ്രിയേ പ്രതിധിഷ്ഠതി. ദമ്പതി സമേതരായി മുതിർന്നവരെല്ലാം പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ചോളുക. ആദ്യ അപ്പൂപ്പന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങും. കുട്ടികളും കുടുംബമായിട്ട് ദീർഘകാലം ജീവിതം ഉണ്ടാകട്ടെ. എല്ലാവരുടെയും പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ ആരും വാ തുറന്നൊന്നും പറയുന്നില്ല. ഇനി ഞാനായിട്ട് കളത്തിലിറങ്ങിയേ പറ്റൂ. അരുണിമ മേഡം, ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കണു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അച്ഛാ, ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുക. ഇനി ഭക്ഷണം കഴിക്കാൻ വന്നോളൂ. ഭക്ഷണമൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് നിന്നോടൊന്ന് പറയാനുണ്ട്. എന്താ അച്ഛാ പറയാനുള്ളത്? മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അവിടുത്തെ ബ്രാഞ്ചിലെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പക്ഷേ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു. അതാ നേരെ ഇങ്ങോട്ട് പോന്നേ. അവിടുത്തെ മാനേജർ വിളിച്ചു. 1-2 ഫയലിൽ നിന്റെ സിഗ്നേച്ചറും വേണോ അത്രേ. നിനക്ക് ജയദേവനും കൂട്ടി ഒന്ന് ചെന്നൈക്ക് പോകാൻ പറ്റുമോ? എപ്പോഴാണ് സാറേ പോവേണ്ടത്? ഇന്ന് തന്നെ പുറപ്പെടേണ്ടി വരും. 2-3 ഇൻവോയ്സസിൽ എന്തോ കറക്ഷൻ ഉണ്ടത്രേ. ഞാൻ പേഴ്സണലായിട്ട് പോയി നോക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ? അതിന് സാർ അവിടെ വരെ ട്രാവൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ പുറപ്പെട്ടോളാം. എന്ത് പറയുന്നു അരുണിമേ? ആയിക്കോട്ടെ ചേട്ടാ. അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ലാൻഡ് ചെയ്തതും വിളിച്ചോളാം. ശരി. ഭക്ഷണം കഴിഞ്ഞ ഉടനെ രണ്ടുപേരും ഇറങ്ങിക്കോ.
ഏത് നേരം താഴെ വീഴാണല്ലോ. എന്റെ കമ്മലിന് എന്ത് ജീവനുണ്ടോ? ഈ മാങ്ങാണ്ടിക്ക് എന്ത് പറ്റി? ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്താണ് മാങ്ങാണ്ടി ഇവിടെ തപ്പുന്നേ? ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്തെങ്കിലും കളഞ്ഞു പോയോ? അതറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അയ്യോടാ, പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കാന്ന് കരുതി ചോദിച്ചാ. സഹായം വേണ്ട എന്നാണെങ്കിൽ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓടാ കശുവണ്ടി. എന്റെ കമ്മൽ എവിടെയോ വീണുപോയി. അതെയോ? പാവം കമ്മല്. നിന്റെ വാരിയിരിക്കുന്നത് കേട്ട് സഹിക്കാൻ പറ്റാതെ ചാടി ഇറങ്ങി ഓടിപ്പോയതായിരിക്കും. എടോ കശുവണ്ടി. ഏയ് സോറി കൂൾ. അതിരിക്കട്ടെ, എവിടേക്കാ പോയേ? അയ്യോ, എന്നോട് പറഞ്ഞിട്ടല്ലടാ പോയത്. ഓ, അതും ശരിയാണല്ലോ. ഇവിടോട്ട് വരുമ്പോ ചെവിയിൽ ഉണ്ടായിരുന്നതാ, അത് കഴിഞ്ഞാ എവിടെയോ വീണത്. ഇപ്പൊ ഒരു കമ്മലേ ഉള്ളൂ. എല്ലായിടത്തും നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നടാ, ഒരിടത്ത് കണ്ടുകിട്ടിയില്ല. ഓക്കെ. ഇപ്പൊ ഈ ഡിറ്റക്റ്റീവ് വിവേക് നന്ദൻ കാണാതായ കമ്മൽ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കും. അതെങ്ങനെയാ? എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പ്ലാൻ പറഞ്ഞു തരില്ല. മതിയുടെ കശുവണ്ടി, ആദ്യം കമ്മല് കിട്ടുമോ നോക്ക്. ഓക്കെ. ഒരു കമ്മൽ പോയ സ്ഥിതിക്ക് ആ ചെവിയിൽ കിടക്കുന്ന കമ്മൽ എന്റെ കയ്യിലേക്ക് വെച്ചതാ. ഇതെന്തിനാ നിനക്ക് തരണം? ഈ രണ്ടാമത്തെ കമ്മലാണ്. മറ്റേ കമ്മൽ എവിടെ പോയി എന്നുള്ളത് തേടി പിടിച്ച് കൊണ്ടുവരാൻ പോകുന്നത്. എന്ത്? ചേടാ, ആ കമ്മല് കിട്ടുമ്പോൾ ഇതുപോലെ വായ പൊളിക്കണം കേട്ടോ. കമ്മലിതാ, ഊരിത്താ. എന്റെ കമ്മൽ എവിടെ പോയി? അതാണ് മാജിക്. നീ ചെന്ന് ആ കമ്മൽ എവിടെയുണ്ടെന്ന് നോക്ക്. പോയ കമ്മലും ഇതിന്റെ കൂടെ തിരിച്ചു വരും. രണ്ടും ഒന്നിച്ചു കിട്ടും. ചെന്ന് നോക്ക്. ഇതെന്തൊരു ലോജിക്കാ കശുവണ്ടി? നീ ചെന്ന് നോക്കടി പെണ്ണെ, വെറുതെ സമയങ്ങളല്ലേ. ഗോ 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 ഗോ. ഉണ്ടായിരുന്ന ഒരു കമ്മൽ കൂടെ നഷ്ടപ്പെട്ടു. അയ്യടാ, അതും പോയെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എല്ലാം നീ കാരണോടാ. വലിയ മാജിക് കാണിച്ച് കണ്ടുപിടിച്ചരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നത് കൂടി വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ? ഈ ഡിറ്റക്റ്റീവ് വിവേക് എന്ത് ചെയ്താലും പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. മുട്ടനായും പറഞ്ഞിട്ട് തടി തപ്പ നാണോല്ലടാ. കമ്മല് കൊണ്ട കളയാൻ നിനക്ക് നാണില്ലല്ലോ. ഒരു കമ്മൽ പോലും കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാന്ന് പറ. ചെവി കിടന്നത് സൂക്ഷിക്കാൻ കഴിവില്ലാത്ത നിനക്കടി. ചീഞ്ഞ കശു മാങ്ങയുടെ അണ്ടിയോട് ചോദിച്ച എന്നെ വേണം പറയാൻ. ഒന്ന് പൊടി. കാക്ക കൊത്തിയ പുഴുത്ത മാങ്ങയുടെ മുഖം കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ പുഴുത്ത മാങ്ങയാണെന്നോ? അണ്ണാ പോയോ? മതി. നിന്റെ കമ്മല് കിട്ടി. ശരിക്കും കിട്ടിയോ? സത്യമാണോടാ?